ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പ്രാണ ടാക്കീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓണം ചിത്രമായ ലോകയുടെ പബ്ലിക് റിവ്യൂ ആണ്. അപ്പൊ നേരെ നമുക്ക് പബ്ലിക്കിലോട്ട് പോയിട്ട് പബ്ലിക് റിവ്യൂ നമുക്കറിയാം സിനിമയുടെ വിശേഷങ്ങൾ എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് പോയി റിവ്യൂ ചോദിക്കാം. എല്ലാരും ഏറ്റെടുത്തു പടം ഉറപ്പായിട്ടും. പിന്നെ കോമഡികളൊക്കെ നമുക്ക് കുറെ കോമഡി സലീമേട്ടനെ കുറച്ച് ഇതൊക്കെ തോന്നി. അപ്പം ഈ സിനിമ കാണാനുള്ളവരോടൊക്കെ കാണാൻ ശ്രമിക്കാം. ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിരിക്കും ഉറപ്പായിട്ടും. ഒരിക്കലും തിയേറ്ററിൽ നിന്ന് വെൽക്കം തിരിച്ചറിയാറാണ്. ഇമോഷണലായി ബ്രോയുടെ കോമഡിക്കൊക്കെ ചിരിയൊക്കെ തിയേറ്ററിൽ മൊത്തത്തിൽ പടർന്നപ്പോ അതൊക്കെ കണ്ടപ്പോ എക്സ്പീരിയൻസ് ചെയ്തപ്പോ എന്ത് തോന്നി? മറ്റേ നമ്മുടെ ഉദയനാട് കാര്യത്തിൽ സലീമേ തിയേറ്ററിൽ നിന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. ഓക്കെ ബ്രോ. മാർവൽ എങ്ങനെയുണ്ട് പടമാണോ? എല്ലാവരും സിനിമ എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തില്? കണ്ട പ്രേക്ഷകർ എല്ലാവരും പറയുന്നത് വേറൊരു യൂണിവേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ മേക്കിംഗ് ഒക്കെ കാണുന്ന ഒരു ഹോളിവുഡ് ലെവലിലേക്കുള്ള ഒരു മലയാളത്തിലാണ്. ഡയറക്ടറിനും ടെക്നിക്കൽ ടീമിനും എല്ലാവരും ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടാണ് സിനിമ എടുത്തിട്ടുള്ളത്. ഡോമിനിക്കിന്റെ ഒരു വിഷനും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ നല്ല ക്രിയേറ്റീവ് കൊളാബറേറ്റേഴ്സ്. അപ്പോൾ വി ആർ റിയലി ലക്കി ദാറ്റ് ഗോട്ട് സച്ച് എ ഗ്രേറ്റ് ടീം ടു പുൾ ദിസ് ഓഫ്. എന്തായാലും ഇങ്ങനെ ഒരു ഫാന്റസി നമ്മൾ കേട്ടിട്ടുള്ള ഫാന്റസീസ് ഇത്രയും ക്രിയേറ്റീവായിട്ട് മലയാളത്തിൽ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതെ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഫസ്റ്റ് അത് കല്യാണി ഭയങ്കര രസത്തിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ആക്ടിങ്ങും കാര്യങ്ങളും ഫൈറ്റ് സീനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. സ്പെഷ്യലി ആണെങ്കിലും ഇടയ്ക്കൊരു കോമഡി ഒക്കെ കയറി വരുമ്പോൾ നമുക്ക് സീരിയസ്നെസ് ചെയ്യുന്ന കോമഡിയിലേക്ക് വരുമ്പോൾ ഭയങ്കര രസമുണ്ട്, കാണാൻ രസമുണ്ട്. മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. ഡയറക്ഷൻ ആണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും ഓളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ആദ്യമായിട്ടാണ്. അപ്പം പറയാം, ഞാനും ഈ ടീമിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കത് ഭയങ്കര ഒരു കാണാൻ ഫസ്റ്റ് ഓടി വന്നത്. ഫസ്റ്റിലെ കുറച്ച് സീൻസ് കാണാൻ പറ്റിയില്ല, കുറച്ച് ലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതൊക്കെ ഞാൻ പിന്നെ സസ്പെൻസ് ഒന്നും കളയുന്നില്ല. എല്ലാവരും പോയി കാണണം. അത് സസ്പെൻസ് ആണ്. ഫസ്റ്റ് ആയിട്ട് എല്ലാവരും പോയി കാണണം. ഒക്കെ സമയമില്ല. ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിരിക്കും. കണ്ടുപോകണം എല്ലാവരും. ഗംഭീര വർക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട്. ഓക്കെ, താങ്ക് യു. I'm crying almost. പക്ഷെ ഇല്ല, ഇങ്ങനെ എല്ലാവരും വന്നല്ലോ. പൊളിയിലെ കാണിക്കാൻ അറിയില്ല. പോയി കാണും. ഇനി സിനിമ ആൾക്കാർ കാണട്ടെ. ആസ് എ വ്യൂവർ നിങ്ങൾക്ക് എത്രത്തോളം നമുക്ക് ഭയങ്കര ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഒരു പടമാണ്. ഈ കാണാൻ വരുന്നവരൊക്കെ എന്താ പറയുക? ഈ കാണാൻ വരുന്ന പ്രേക്ഷകരോടൊക്കെ എന്താ പറയുക? എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിട്ട് കാണാൻ കുറെ കാര്യങ്ങളുണ്ടാകും. അങ്ങനെ കുറെ എഫേർട്ട് ഉണ്ട്. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യും. ഞെട്ടിത്തെറിക്കാനുള്ള കാര്യങ്ങൾ എനിക്കൊന്നുമില്ല. ക്രെഡിറ്റ്സ് അതെ, കണ്ട് കഴിഞ്ഞിട്ട് പോയാൽ ചേച്ചി എങ്ങനെയുണ്ട്? ഇന്റർവ്യൂ കട്ട് അടിപൊളിയായിരുന്നു. ഐ വാണ്ട് ടു താങ്ക് ഡോമിനിക്. നമുക്ക് ആ ക്യാരക്ടറിൽ സുഖമായിട്ട് അവർക്ക് ഓൺ ഫേസ് വേണ്ടി ഫേമസ് ഫേസിനെ അവർക്ക് വെക്കാമായിരുന്നു. പക്ഷേ ഒരു ഓഡിഷൻ വഴി എന്നെ സെലക്ട് ചെയ്തത് സന്തോഷമുണ്ട്.
വെരി ഹാപ്പി. ഈ ഓണത്തിന് എല്ലാവരും കുടുംബമായിട്ട് വന്ന് കാണുക, ഉറപ്പായിട്ട് എൻജോയ് ചെയ്യും. ഹാപ്പി ഓണം. ഞാൻ പടത്തിലെ കോസ്റ്റ്യൂം ഡിസൈനറാണ്. നമ്മുടെ എൻ്റെ ടീമാണ് കോസ്റ്റ്യൂം ഡിസൈനർ. രണ്ടാമത് സിനിമ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ ആദ്യമേ സിനിമ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. ഫാൻസി ഈ സിനിമ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അൾട്ടിമേറ്റ് ഇത് കമ്പനിക്കൂടെ നിമിഷത്തോടെ വിഷനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ടീം ഇതിനകത്ത് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാവരുടെ ഒരു ഇൻപുട്ടാണ് സിനിമയുടെ കംപ്ലീറ്റ്. ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും നല്ല പടമായിരുന്നു, അടിപൊളിയായിരുന്നു. അത്രയുള്ള എനിക്ക് പറയാൻ സാധിക്കുന്നു.